കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ ഏതാണെന്ന് അറിയുമോ? കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ അതും ഏത് തന്നെയാണ്? തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ ഭരണാധികാരി ആരാണ്? കോർപ്പറേഷൻ്റെ ഭരണാധികാരി ആരാണ്? കോർപ്പറേഷൻ മേയറാണ്. കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, കൗൺസിലർ അംഗം ഒക്കെ ആകാൻ വേണ്ടുന്ന കുറഞ്ഞ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 21 വയസ്സാണ്. അത്രയാണ്, 21 വയസ്സാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആരാണ്? ആര്യ രാജേന്ദ്രൻ. ആരാണ്? ആര്യ രാജേന്ദ്രൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആയിരുന്നു ആരായിരുന്നു? ആര്യ രാജേന്ദ്രൻ. ആരാണ്? ആര്യ രാജേന്ദ്രൻ. അതുപോലെ തന്നെ കോർപ്പറേഷൻ മേയറുടെ ശമ്പളം എത്രയാണ്? 15,800 രൂപയാണ്. 15,800 രൂപയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ തിരുവനന്തപുരം മേയർ ആരാണ്? VV രാജേഷ്. ആരാണ്? VV രാജേഷ്. അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യത്തെ BJP മേയർ ആരാണ്? VV രാജേഷാണ്. ആരാണ്? VV രാജേഷാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ആശാനാഥ്. ആരാണ്? ആശാനാഥ്. അതുപോലെ കോർപ്പറേഷൻ മേയർ ആകാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 21 വയസ്സാണ്. 21 വയസ്സാണ്. കേരളത്തിലെ ആകെ 6 കോർപ്പറേഷനുണ്ട്. കേരളത്തിലെ ഏറ്റവും ചെറിയ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഏറ്റവും ചെറിയ കോർപ്പറേഷൻ തൃശ്ശൂരാണ്. ഏതാണ്? തൃശ്ശൂരാണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഒരേ ഒരു കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂരാണ്. കേരളത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് രൂപം കൊണ്ട കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂരാണ്. ഏതാണ്? കണ്ണൂരാണ്.